പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ വീണ്ടും നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവവചന കേൾവിക്കായിട്ട് കാത്തിരിക്കുന്ന പ്രിയ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുവിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. വീണ്ടും ഒരാഴ്ച കൂട്ടുകൊണ്ട് നമ്മൾ കടന്നുപോയി. ഈ ആഴ്ചവട്ടം അനേകരുമായിട്ട് ലോകം ഇവിടെ പറഞ്ഞു. എന്നാൽ തമ്പുരാൻ്റെ കൃപയുടെ കാവലിൽ നമ്മെ നിർത്തി വീണ്ടും ഒരു ദിവസം കൂടെ ദൈവസന്നിധി ആയിരിക്കാനുള്ള കൃപ ലഭിച്ചു. ഇന്നേ ദിവസം വളരെ കേരളത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കേരളം ആര് ഭരിക്കണം, രാജസ്ഥാൻ ആര് ഭരിക്കണം, തമിഴ്നാട് ആര് ഭരിക്കണം, ബംഗാൾ ആര് ഭരിക്കണം എന്ന് നിർണയിക്കുന്ന ഒരു ദിവസമായിട്ട് മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇലക്ഷൻ്റെ ദിവസമാക്കിയിരിക്കാൻ അനേകരും വോട്ട് ചെയ്യാൻ വേണ്ടി ബന്ധപ്പെടുകയാണ്. എന്നാൽ ഓരോ വോട്ടിനും വില വളരെ കൂടുതലാണ്. അത് ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. ഒരു ഭരണാധികാരിയെ കയറ്റിക്കൊണ്ടുവരുവാൻ നമ്മുടെ ഓരോ വോട്ടും ആവശ്യമാണ്. എന്നാൽ ഭരിക്കുന്നവരെങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ളത് നിർണയിക്കേണ്ടത് സ്വർഗത്തിലെ ദൈവമാണ്. നമ്മൾ നമ്മുടെ താല്പര്യത്തിനൊത്തോണം പലർക്കും വോട്ട് ചെയ്തേക്കാം. പക്ഷേ ദൈവം തിരഞ്ഞെടുക്കുന്നവനെ ഭരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ വചനം ഓർത്തുകൊണ്ട് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒരു നല്ല ഭരണം ഈ ഭൂമിയിൽ ജനാധിപത്യത്തിൽ പ്രതീക്ഷിക്കണമെന്നില്ല. കാരണം ഈ ഡെമോക്രസി, ഈ ജനാധിപത്യം എന്ന് പറയുന്നത് കലഹത്തിൻ്റെയും പിടിച്ചുപറിയുടെയും അക്രമത്തിൻ്റെയും ആരോപണങ്ങളുടെയും കൊലപാതകത്തിൻ്റെയും ഒക്കെ ഇടമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. തങ്ങൾക്ക് ഭരിക്കണം, അതിനാരെയും പകവരുത്താനോ എന്ത് അധിക്ഷേപം പറയുന്നതിനോ ഒരു പ്രയാസം ഉണ്ടാകുന്നില്ല. ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ കേട്ടെന്നാൽ, പത്രങ്ങളൊക്കെ വായിച്ചാൽ എല്ലാവരും നുണ പറയുന്നവരും വ്യാജത്തിന് കൂട്ടു നിൽക്കുന്നവരും അനാവശ്യമായി പണം സമ്പാദിക്കുന്നവരും ഒക്കെ ആയിട്ടാണ്. ഇങ്ങനെ ഒരു വല്ലാത്ത സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഭയത്തോടും വളരെ സൂക്ഷ്മതയോടും കൂടിയേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഒരാശ്വാസമുള്ള ഇത് മാത്രമാണ്. അനിൽ പ്രഭുവിന് പറഞ്ഞ വാചകം എൻ്റെ മനസ്സിലുണ്ട്. ഈ രാജാക്കന്മാരുടെ കാലത്ത് ഒരിക്കലും മാഞ്ഞു പോകാത്ത, നീങ്ങിപ്പോകാത്ത ഒരു സിംഹാസനം ഇവിടെ ഇടുന്ന ഒരു മഹാരാജാവ് ഭരിക്കാൻ വരും. അവൻ വരും, അവൻ ഈ രാജ്യം ഏറ്റെടുക്കും. അന്നാണ് നാട്ടുഭാഷയെ പറഞ്ഞാൽ മഹാബലി എന്ന് പറയുന്ന ആ സമയം വരുന്നത്. മാവേലി നാട് വാഴിടും കാലം മനുഷ്യരില്ല ഒന്ന് എന്ന പാട്ടുകാരനുണ്ട്, ഒന്നുപോലെ. അപ്പോൾ ആ മനുഷ്യരെല്ലാം ഒന്നായി തീരുന്ന ഒരു അനുഭവം വരണമെങ്കിൽ ആ മഹാബലി ഈ നാട് ഭരിക്കണം. ആ മഹാബലി ആരാണ്? കാൽവരിയിൽ കുലമരം എടുത്തുകൊണ്ട് 3 ആണിമേൽ തൂങ്ങി മരിച്ച് ഉയർത്തെഴുന്നേറ്റ നസറേയനായ യേശുവാണ് ആ മഹാബലിയായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നത്. അവൻ ഈ നാട് ഭരിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ആ ദിവസത്തിനായിട്ട് വിശുദ്ധന്മാർ കാത്തിരിക്കുകയാണ്. അന്ന് നാട്ടുഭാഷയിലെ പാട്ടുകാർ പറയുക, കള്ളവുമില്ല കപടവുമില്ല, ഒന്നുമില്ലാത്ത ഒരു അനുഭവം വരും. കാരണം ഇന്ന് പാപത്തിനും കൊലപാതകത്തിനും അനാവശ്യങ്ങൾക്കെല്ലാം പ്രേരണ കൊടുത്തുകൊണ്ട് നടക്കുന്ന ദുഷ്ടവ്യാപാരം, പൈശാചിക ശക്തിയെ കർത്താവ് വന്ന് ബന്ധിക്കാൻ പോവുകയാണ്. 1000 ആണ്ടേക്ക് അവനെ ബന്ധിക്കും. അവനെ ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണമായി തീർന്നിരിക്കും. അങ്ങനെ വരുമ്പോൾ യേശു കർത്താവ് നാട് ഭരിക്കുന്ന ഒരു നാള് ഈ
നാട് ഭരിക്കാൻ കഴിയാതെ വണ്ണം, ഒരുത്തരെയും കൊണ്ട് പാപം ചെയ്യിക്കാൻ കഴിയാതെ വണ്ണം അവനെ കർത്താവ് തടഞ്ഞു നിർത്തും. യേശു കർത്താവ് ഭരിക്കുമ്പോൾ ഇവിടെ പാപം ഉണ്ടാകുകയില്ല, കൊലപാതകം നടക്കുകയില്ല, പിടിച്ചുപറി ഉണ്ടാകുകയില്ല, കഞ്ചാവും കള്ളും ഇവിടെ ഉണ്ടായിരിക്കില്ല. എല്ലാം ശുദ്ധീകരിക്കപ്പെട്ട സമയം വരും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ നാളിനായിട്ട്, ആ നല്ല ഭരണത്തിനായിട്ട് നമുക്ക് കാത്തിരുന്നുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നതിൻ്റെ തുടർമാനം അല്ല. ഇന്ന് അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, ഹേ സകല കപടവും സകല തൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കയില്ലയോ? ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടരായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു. കൈ പിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു, വിശ്വസിച്ചു. ആ വേദഭാഗം നമുക്ക് നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവും. അത് വായിച്ചങ്ങ് ഓടിച്ചു പോയിട്ടുമുണ്ട്. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ആ 10-ാം വാക്യത്തിൽ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട പൈശാചികമായ 7 തലങ്ങളെക്കുറിച്ച്, 7 അവസ്ഥകളെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കപ്പെട്ടിരിക്കുകയാണ്. അന്ത്യോക്യ സഭയിൽ ദൈവത്തിൻ്റെ മക്കൾ, പ്രവാചകന്മാരും ഉപദേഷ്ടക്കന്മാരും അവിടെ ഉപവാസ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്മാരും ഉപദേഷ്ടകന്മാരും ഒരുമിച്ച് ഉപവാസവും പ്രാർത്ഥനയും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ അന്തരീക്ഷം നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയും. ഇന്നത്തേനേക്കാൾ, ഇന്നത്തെ പോലെയാണോ അന്നത്തെ ഉപവാസം? അവരുടെ ഉപവാസത്തിനകത്ത് പ്രവാചകന്മാരാണ് ഇരിക്കുന്നത്, എല്ലാം പ്രവാചകന്മാരാണ്. വചനം നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഉപദേഷ്ടക്കന്മാരാണ്, ജീവിതത്തിന് മാതൃകയുള്ളവരാണ്, ദൈവം മാനിക്കുന്ന ഉന്നതന്മാരാണ്. അവരെല്ലാം ഒന്നിച്ച് മുട്ടുമടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. അവിടെ ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്ന സമയമാണ്. അവർ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു, പ്രവചനാത്മാവിൽ നിറയുന്നു, വ്യാഖ്യാനപരത്തിൽ നിറയുന്നു. എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ കൃപ അവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞു, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി പൗലൂസിനെയും ബർന്നബാസിനെയും വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചവരെ പറഞ്ഞയച്ചു. നോക്കണം, ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി പൗലൂസിനെയും ബർന്നബാസിനെയും വേർതിരിക്കുക എന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ഉപവാസവും പ്രാർത്ഥനയും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് വെളിപ്പെട്ട് വരുന്നു എങ്കിൽ അന്ന് ദൈവ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ സംഭാഷണവും അവൻ്റെ നിയന്ത്രണവും ശക്തമായിരിക്കുന്ന ഒരു കാലഘട്ടം. അതിനെ പിൻപറ്റുന്നതായ ഈ കാലത്ത് എന്തെല്ലാം സംഭവിക്കുന്നു എന്ന് സ്വയം ചിന്തിക്കുക, സ്വയം അതിനെക്കുറിച്ച് വിലയിരുത്തുക. ഇന്ന് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഇരുന്നാൽ തന്നെ തെറ്റിദ്ധരിക്കരുത്, കയ്യിൽ മൊബൈൽ ഫോണുമായിട്ടേ ഇരിക്കാൻ പറ്റുന്നുള്ളൂ. അതേ കുത്തിയും അതിനെ മറികടന്നും ഇങ്ങനെ അതിൻ്റെ ആലോചന കേട്ടും ഒക്കെ കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ വ്യാപാരം മാറിപ്പോകുന്നു. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടിരുന്നാൽ ഒരുമാതിരി നന്നായിരുന്നു. പക്ഷേ അനേക ചെറുപ്പക്കാരും അതിന് തയ്യാറല്ല. എങ്കിലും ഞാൻ മടങ്ങി വേദന പറയുകയാണ്, ഇവിടെ ആരാധന നടക്കുമ്പോൾ ശരിയായ ഉപവാസവും പ്രാർത്ഥനയും നടക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തോലികമായ അനുഭവങ്ങൾ ഇന്നും ദൈവം തടഞ്ഞിട്ടില്ല, ഇന്നും തടഞ്ഞു വച്ചിട്ടില്ല. അത് പ്രാപിക്കുവാൻ
കഴിയുന്നവർക്ക് ഒരു പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അവൻ സംസാരിക്കും. ഞാൻ ഓർക്കുന്നു, ദൈവാത്മാവ് ഞങ്ങളെ നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങൾ വളരെയാണ്. ബുദ്ധിയുടെ ഒരു പ്രമാണം ഞങ്ങൾക്ക് വേണ്ടായിരുന്നു. ഒരു പ്രാസംഗികരുടെയും പ്രസംഗത്തിനൊന്നും ഞങ്ങൾ അപ്പോൾ ചെവിയാക്കിയില്ലായിരുന്നു. ഞങ്ങൾക്കൊന്നേ ഉള്ളൂ, ഞങ്ങളെ നടത്തുന്ന പരിശുദ്ധാത്മാവ് ആലോചന തന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അന്ന് സഭയിൽ ഒരു ദൈവവൈതലിന് ഭൂതമിളകിയപ്പോൾ അതലറിക്കുകയും ബഹളം ഉണ്ടാക്കുന്നു. അതിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ആരംഭഘട്ടത്തിൽ ഞങ്ങൾക്ക് പരിചയമില്ല. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവ ഇളകുന്നു, ഞങ്ങളെല്ലാവരും ആത്മാവിൽ നിറയുന്നു. ആ സമയത്ത് തീ കത്തുന്ന അനുഭവമാണ്. ഇതങ്ങ് ഇളകി മറിയുന്നു. ഇങ്ങനെ പല ദിവസങ്ങളായി, പല ആഴ്ചകളായിട്ട് ഇതിങ്ങനെ പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചു. പ്രവചിക്കുന്ന ഒരു ദൈവത്തിൽ കൂടി പറഞ്ഞു, പേര് പറഞ്ഞു ഇത്രയും പേര് വേർപെട്ടിരിക്കട്ടെ. ഞാനത്ര പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഞങ്ങൾ, ആ 12 പേര്, അതിലൊരുവൻ ഞാനായിരുന്നു. ഞങ്ങൾ വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞതുപോലെ തന്നെ, പരിശുദ്ധാത്മാവ് പറഞ്ഞതുപോലെ തന്നെ ആ ഭൂതമിളകി. ഞങ്ങളൊന്നും ചെയ്യേണ്ടി വന്നില്ല. കർത്താവ് തന്നെ ആ ഭൂതങ്ങളെ പറഞ്ഞു വിട്ട് ആ ദൈവവൈതലെ സ്വതന്ത്രയാക്കി. ഇത് ഞങ്ങൾക്കും അനുഭവമുള്ള ഒന്നല്ല, പല ആവർത്തി ഞങ്ങൾക്കുണ്ടായിട്ടുള്ള പല അനുഭവങ്ങളുണ്ട്. അന്ന് അപ്പോസ്തലന്മാരുടെ നടുവിൽ ആ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അപ്പോസ്തോലിക ശുശ്രൂഷയുണ്ടെന്ന് പറയുന്നു. പക്ഷേ അനുഭവത്തിലുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് അതിന് തടസ്സം വന്നിരിക്കുന്നു? നമ്മുടെ സമർപ്പണമില്ലായ്മയും നമ്മുടെ ആത്മാർത്ഥതയില്ലായ്മയും നമ്മുടെ സമയത്തിൻ്റെ കുറവും തമ്മിൽ കുടിപാർക്കുന്ന ചില സ്വഭാവവിശേഷതകളും ഒക്കെ ദൈവപ്രവൃത്തിക്ക് തടസ്സമായിരിക്കാം. ന്യായമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ പൗലോസിനെയും ബർന്നബാസിനെയും അവർ കൈവച്ച് വേർതിരിച്ചതായിട്ട് നാം കാണുന്നു. അവരവിടെ നിന്ന് പ്രാർത്ഥിച്ച് കൈവച്ച് ആ വേലയ്ക്ക് വേണ്ടി പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്യയിലേക്ക് ചെന്ന് അവിടെ നിന്ന് കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. അവർ കുപ്രോസ് ദ്വീപിൽ ചെന്ന് പോയി സലീമസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി പാഫോസ് പാഫോസ് വരെ ചെന്നപ്പോൾ ബെറിയേശു എന്ന പേരുള്ള യഹൂദനായ കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടി ആയിരുന്നു. അവൻ ബർന്നബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. നിങ്ങൾ ഓർക്കണം, ദൈവദാസന്മാർ പ്രാർത്ഥിച്ചയച്ച ദൈവമക്കൾ അവിടുന്ന് പോയത് നേരെ സലീമസിൽ നിന്ന് കുപ്രോസ് ദ്വീപിലേക്ക് കടന്നുപോയി. അവിടെ പള്ളികളിലെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. ഈ ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ ഒരു പ്രധാന ഘടകമായിരിക്കുമെന്ന് പറഞ്ഞാൽ പോരാ, അവിടുത്തെ ഗവർണർ തന്നെയായിരുന്ന സെർഗ്യോസ് പൗലോസ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും പ്രസംഗം കേൾക്കാൻ വളരെ ആഗ്രഹിച്ചു. അവനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്. പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും പ്രസംഗത്തിൽ പള്ളികളുണ്ടായ വിടുതലും അത്ഭുതങ്ങളും രൂപാന്തരങ്ങളും അദ്ദേഹം കേട്ടു. അദ്ദേഹം ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി അവരെ വിളിച്ചു വരുത്തിയപ്പോൾ സെർഗ്യോസ് പൗലോസിനും മറ്റുള്ള കേൾവിക്കാർക്കും മാറ്റങ്ങൾ വന്നു തുടങ്ങി.
ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ ദൈവദാസന്മാർ സംസാരിച്ചപ്പോൾ അവർക്ക് രൂപാന്തരം വരാൻ തുടങ്ങി. അവർ ദൈവത്തെ ഭയപ്പെടുവാൻ തുടങ്ങി. സത്യത്തിലേക്ക് അവരുടെ ഹൃദയം തിരിയാൻ തുടങ്ങി. പിശാചിനത് സഹിച്ചില്ല. ഉടൻ തന്നെ അവിടെ നടന്ന സംഭവമാണ് അവിടെ ഞാൻ വായിച്ച വേദഭാഗത്തിൽ കാണുന്നത്. ബറിയശ് എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകൻ ഈ ഗവർണറുടെ ഇഷ്ടാനുവർത്തിയായി നിന്ന് അവന് ലഭിക്കുന്ന സാമ്പത്തികം കൊണ്ട് ഉപജീവനം കഴിച്ച് അവന് ഗവർണറുടെ വലങ്കൈയായിട്ട് ഈ പ്രവാചകൻ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം അവനെ എല്ലാവർക്കും ബഹുമാനമാണ്. അവൻ പ്രവാചകനാണ്, പക്ഷെ കള്ളപ്രവാചകനാണെന്നുള്ള വിവരം അറിഞ്ഞുകൂടാ. പ്രവാചകൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഇളകിപ്പോകും. പക്ഷേ പ്രിയപ്പെട്ടവരെ, അതിനകത്ത് കള്ളപ്രവാചകന്മാരുണ്ട്. അത് ബൈബിള് ശക്തമായിട്ട് പഠിപ്പിക്കുന്നു. ജെറമ്യാപ്രവചനം, യോഹന്നാൻ ഒക്കെ പറയുന്ന ഭാഗങ്ങളിലെടുത്ത് ഉദ്ധരിക്കാം. പക്ഷേ കള്ളപ്രവാചകന്മാർ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. ദൈവത്തിൻ്റെ വേലയെ, ദൈവത്തിൻ്റെ ആലോചനയെ മറിച്ച് കളയുന്ന അനേകങ്ങളുണ്ട്. ഈ കള്ളപ്രവാചകനെ വാനോളം പുകഴ്ത്തി ശ്രേഷ്ഠനാക്കി വെച്ച് ബഹുമാനിച്ചിരുന്ന ഗവർണർ പോലും ഇവനെ മാനിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ അവനും അങ്ങ് പൊങ്ങി. ഇവിടെ എഴുതിയിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കുകയാണ്. എന്നാൽ എലീമസ് എന്ന വിദ്വാനാവുന്നവൻ്റെ പേരിൻ്റെ അർത്ഥം അവരോട് എതിർത്തു നിന്നു. അവരോട് എതിർത്തു നിന്നു. നോക്കണം, ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ പള്ളിയിൽ പ്രസംഗിച്ചപ്പോൾ അത് കേട്ട് സന്തോഷിച്ചതായ ഗവർണർക്ക് അവരുടെ ആലോചന ഒന്ന് കേൾക്കണമെന്ന് ആഗ്രഹിച്ചു വരുത്തി അവർ ദൈവത്തിൻ്റെ വചനം ആ ഗവർണറുടെ കൊട്ടാരത്തിൽ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കള്ളപ്രവാചകന് അടിയിളകി. അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടാൻ തുടങ്ങി. അവൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു. അവൻ ഇതുവരെ വർക്കൗട്ട് ചെയ്ത് ഇതുവരെ അവനെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് അവന് ബോധ്യം വന്നു. അവൻ്റെ അടിസ്ഥാനം ഇളകാൻ പോകുകയാണ്. അവൻ കാത്തു സൂക്ഷിച്ചു വരുന്നതായ അടിസ്ഥാനങ്ങൾ തകരാൻ പോകുകയാണ്. ഇത് മനസ്സിലാക്കിയവൻ പൗലോസിനെ ഈ ശുശ്രൂഷയിൽ എതിർത്തു എന്നാണ് തിരുവചനത്തിൽ വായിക്കുമ്പോൾ നാം കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അവരോട് എതിർത്തു നിന്നു. വിശ്വാസം, ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു. ഓർത്തു കളയണം, എതിർക്കുന്ന ഒരു വലിയ ശക്തി എല്ലായ്പ്പോഴും ദൈവമക്കളുടെ ഇടയിൽ അന്നും ഇന്നും ഉണ്ട്. ഇവിടെ തിരുവനന്തപുരം വായിക്കുമ്പോൾ ഇതിൽ 45-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞവരായി ദുഷിച്ച് പൗലോസ് സംസാരിക്കുന്നതിനെ എതിർ പറഞ്ഞു. 50-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലൂസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിർത്തികളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം എവിടെ ശക്തിയോടെ പ്രവഹിക്കുന്നു, ജനത്തിൽ ദൈവപ്രവൃത്തി വെളിവാകുന്നതിന് മനസ്സിലായാൽ സകല നീതിയുടെയും സകല വിശുദ്ധിയുടെയും ദൈവത്തിൻ്റെ ശത്രുവായിരിക്കുന്നവൻ അടിസ്ഥാനമിളകിയിട്ട് അവനോട് എതിർക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. എതിർക്കാൻ തുടങ്ങും. പക്ഷേ പരിശുദ്ധാത്മാവ് അത് സഹിക്കയില്ലെന്നുള്ള മറുവശമുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഒരു ഫലിതവും കൂടി എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ആത്മീയമായി ഞങ്ങളെ ദൈവം തമ്പുരാൻ ഉണർത്തിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ അനേകർ ദൈവഭാഗത്തേക്ക് വന്നു. ഉന്നതന്മാർ പലരും വന്നു. അതിൽ ചില പുരോഹിതന്മാരും കടന്നു വന്നു. ഞങ്ങൾ അന്ന് അടങ്ങിയിരിക്കാതെ വണ്ണം രാപകലില്ലാതെ ഓടി നടന്ന് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തൊരു വലിയ കാലഘട്ടം. അപ്പോഴാണ് ഞങ്ങൾ ഒരു കൺവെൻഷൻ അറേഞ്ച് ചെയ്തു. ആ കൺവെൻഷന്
നോട്ടീസ് ഫ്ലാഷ് ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ പരിസരങ്ങൾ മുഴുവനും കൈയെഴുത്ത് പ്രതികളായ പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഭിത്തികളെല്ലാം നോക്കിയപ്പോൾ ഞങ്ങളുടെ ഈ പരിപാടിയെ, ഈ കൺവെൻഷനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. കാരണം ഇതിനോട് വിരോധമുള്ളതായ ആ സാമുദായിക ഭക്തന്മാർക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവരിൽ ഈ ദുർവ്യാപാരം കടന്നിട്ട് ഈ സുവിശേഷ യോഗത്തെ തടയാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ മന്ത്രിച്ച് പറഞ്ഞു, പല്ലും നഖവും കൊണ്ട് ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുമ്പോൾ പല്ല് കടിച്ച് പല്ല് പോവുകയുള്ളൂ. പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ചൊറിഞ്ഞ് നഖം പോവുകയുള്ളൂ, അല്ലാതെ ഞങ്ങളുടെ മാർഗത്തിനെതിരെ ഒന്നും ചെയ്യാനൊക്കെ ഇല്ല എന്ന് നിങ്ങൾ പറയേണ്ടി വരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു അനുഭവം ഉണ്ടായി. ഒരു മീഡിയ ടൈമിൽ ഓഫറിങ് എടുക്കാൻ വേണ്ടി, സ്തോത്രകാഴ്ച എടുക്കാൻ വേണ്ടി വോളണ്ടിയേഴ്സ് പാത്രങ്ങളുമായിട്ട് ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി. ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട്, ഇറങ്ങി. എന്നാൽ അതിനകത്ത് സ്തോത്രകാഴ്ചയ്ക്ക് പൈസ അല്ല വീണത്, പകരം ചോദ്യക്കടലാസുകളാണ്, പ്രിൻ്റ് ചെയ്ത ചോദ്യക്കടലാസുകൾ. അനേക ചോദ്യങ്ങൾ ഇതിനകത്തിട്ടു. ഇത് ഞങ്ങൾ വായിച്ചപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇതിന് തന്നെ മറുപടി പറയണമെന്ന ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ വചനം അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൽ ഞങ്ങൾ വേരൂന്നി സംസാരിച്ചു. പക്ഷേ അന്ന് പ്രസംഗിച്ച ഒരു പുരോഹിതൻ, സ്ഥാനപ്പെട്ട് വേർപെട്ട് വന്ന ശക്തനായൊരു പുരോഹിതൻ ഇന്ന് ഭൂമിയിലില്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എഴുന്നേറ്റ് പ്രസംഗിക്കാൻ വീണ്ടും തുടങ്ങിയപ്പോൾ തൻ്റെ ആത്മവ്യാപാരത്തിൽ തനിങ്ങനെ പറഞ്ഞു, ഇടാ ഗോലിയാത്തെ, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി പടപ്പുതടി പോലെയുള്ളതായാലും നിൻ്റെ വാള് എത്ര കിലോ മൂർച്ചയുള്ളതായാലും ഈ ദാവീദ് ഭയപ്പെടുകയില്ല എന്ന് ശക്തിയോടെ പുള്ളിയുടെ ആ ഭാഷയെ സംസാരിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഗബ്രിയേലേ മീഖായേലേ പന്തല്ലേ വളയൂ എന്ന് പറഞ്ഞു. സത്യം നിങ്ങളോട് പറയട്ടെ, സ്റ്റേജിൽ ഇരുന്ന് ഞങ്ങളൊക്കെ നോക്കുമ്പോൾ എതിർവശത്ത് അവിടെ ഓടിയായി കൂടിയിരുന്ന ചെറുപ്പക്കാരും ആളുകൾ ഓടി മറയുന്നു. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി അവിടെ വല്ല ഒന്നും തള്ളും ഉണ്ടായോ, വല്ല തല്ലോ പിടുത്തോ ഉണ്ടായോ എന്നൊരു സംശയമുണ്ട്. ഞങ്ങളതിന് ഗൗരവം കൊടുത്തില്ല. യോഗം കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞപ്പോൾ ശാന്തമായിട്ട് അന്വേഷിച്ച് എന്താ ജനമെല്ലാം ഓടിയെന്ന്. അപ്പോഴാണ് ഇതിന് ഞങ്ങൾക്ക് ചിരിക്കത്തേക്കോണം ഫലിതം തോന്നിയത്. ഗബ്രിയേലേ മീഖായേലേ പന്തലിനെ വളയൂ എന്ന് ഈ ബഹുമാനപ്പെട്ട അച്ഛൻ വിളിച്ചു പറഞ്ഞപ്പോൾ ചുറ്റും നിന്ന ആളുകൾക്ക് തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഗുണ്ടകളെ ഇറക്കിയതാണ്, ഗുണ്ടകളായിരിക്കും വരുന്ന. ഗബ്രിയേലും മീഖായേലും എന്ന് പറഞ്ഞവർ ആരാണെന്ന് ഈ കൂടിയവർക്ക് അറിയില്ല. അത് ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ച് ഓടിയ ഒരു ചരിത്രം കിടപ്പുണ്ട്. ഞങ്ങളത് എന്നും ചിലപ്പോഴൊക്കെ ഓർക്കുമ്പോൾ ചിരിക്കും. വിഷയങ്ങൾ അറിയാതെ വരും പോകുന്നു. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് വീണ്ടും ഞാൻ പറയുകയാണ്, എതിർപ്പിൻ്റെ ഗൗരവം നിസ്സാരമല്ല. ഞങ്ങളുടെ ആത്മീയ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരു പട്ടക്കാരനെ ഞങ്ങൾ സ്നാനപ്പെടുത്തി. അദ്ദേഹം നല്ല കൃപയിൽ മുന്നോട്ട് വരുന്ന കാലഘട്ടം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു കൺവെൻഷൻ അറേഞ്ച് ചെയ്തു. അത് 1970 ജനുവരി മാസം 1-ാം തീയതി മുതലായിരുന്നു. ആ കൺവെൻഷന് വേണ്ടി ഞങ്ങൾ ദൈവദാസന്മാർ അവിടെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച, ആ പ്രദേശം മുഴുവൻ പോലീസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്താണ് പോലീസ് ഇവിടെ കൺവെൻഷൻ സ്ഥലത്ത് വന്നിരിക്കുന്നത് അന്വേഷിച്ചപ്പോഴാണ് ഈ കൺവെൻഷനെതിരെ 144 പ്രഖ്യാപിച്ചിരിക്കുന്നു. 144 പ്രഖ്യാപിച്ചത് ആരാണ് എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയ ഒരു MLA ആണ്. വ്യർത്ഥ പാരമ്പര്യത്തിൻ്റെ തലയെടുപ്പുള്ളതായ കുടുംബത്തിലെ ഉന്നതനായ മനുഷ്യൻ MLA ആണ്. അദ്ദേഹമാണ് ഇത് പ്രൊസീഡ് ചെയ്തിരിക്കുന്നത്. എൻ്റെ സഹോദരങ്ങളെ, എന്താ അതിൻ്റെ പിന്നിലുള്ള അർത്ഥം നിങ്ങൾ ചിന്തിച്ചേ? ദൈവത്തിൻ്റെ വചനം ദേശത്ത് വ്യാപരിക്കേണ്ടതിന് വേണ്ടി ദൈവം തൻ്റെ അഭിഷിക്തന്മാരെ അനുഗ്രഹിച്ച് ആലോചന കൊടുത്ത് ഈ അപ്പോസ്തലന്മാരെ വിട്ടതുപോലെ എളിയവരെ പറഞ്ഞു വിട്ടപ്പോൾ
അതിന് വലിയ കനമുണ്ടെന്ന് മനസ്സിലാക്കിയ സാത്താൻ അതിനെ നിരോധിക്കാൻ വേണ്ടി 144 പ്രഖ്യാപിച്ചത് നിങ്ങളിന്ന് കേൾക്കുമ്പോൾ അത്ഭുതമെന്ന് തോന്നാം. സുവിശേഷത്തിനെതിരെ 144 പ്രഖ്യാപിച്ചു. ഞങ്ങളതിനെ നേരിട്ടവരാണ്. ഞങ്ങളതിനെ നേരിടേണ്ടി വന്നവരാണ്. എന്നാൽ ഞങ്ങളത് ഭയപ്പെട്ട് ഓടിയില്ല. ഞങ്ങൾ അവിടെ തന്നെ നിന്നു. 144 വിഡ്രോ ചെയ്യിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചെങ്കിലും നടന്നില്ല. ഒടുവിൽ ഞങ്ങൾ അതിനെ ലംഘിക്കാൻ തീരുമാനിച്ചു. വലിയ ആൾക്കൂട്ടം റോഡ് മുഴുവൻ തിങ്ങി. മെയിൻ റോഡിലാണ് ആളുകൾ തിങ്ങി. പോലീസിനെ കൊണ്ട് നിറഞ്ഞു. പക്ഷേ പന്തലിലേക്ക് പോകാതെ ആ റോഡ് സൈഡിൽ തന്നെ ഞങ്ങൾ മൈക്ക് ഓപ്പൺ ചെയ്തു. മൈക്ക് ഓൺ ചെയ്ത് അതിനകത്തൂടെ പാട്ടുകൾ പാടാൻ തുടങ്ങി. പാട്ട് കേട്ട് അവിടുന്ന് ഇവിടെ നിന്നും 2, 3, 1, 2 പേർ വീതം വരാൻ തുടങ്ങി. ഒരു കൺവെൻഷന് ഞങ്ങളെ ക്ഷണിച്ചാൽ വരാത്തതിനേക്കാൾ കൂടുതൽ ആളുകൾ ആ പ്രദേശത്ത് നിറഞ്ഞു. അന്ന് ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ സംസാരിച്ചു. ആരും ഞങ്ങളെ തടയാൻ വന്നില്ല. 4 ദിവസമോടെ ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ സംസാരിച്ചു. എതിരാളികൾ ശക്തമായിട്ടുണ്ടായിരുന്നെങ്കിലും അവർ ചെവി കുറിപ്പിച്ച് കേട്ടുകൊണ്ട് നിന്നു. ഒടുവിലത്തെ ദിവസം ഞങ്ങൾ സമാധാനത്തോടെ ആശീർവാദം പറഞ്ഞ് പിരിഞ്ഞു പോന്നു. എതിർക്കുന്ന കൂട്ടം എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം അവർ ചെയ്തു. ഇവിടെ കണ്ടത് പൗലോസും ബർന്നബാസും സെർഗ്യോസ് പൗലോസ് എന്ന ആ ഗവർണറോട് സുവിശേഷം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെതായ അടിസ്ഥാനം ഇളകി അദ്ദേഹം ദൈവത്തോട് ഭക്തിയുള്ളവരായി മാറുന്ന കാഴ്ച കണ്ടപ്പോൾ ഈ കള്ളപ്രവാചകൻ, ഈ ബോറിയസ് എന്ന് പറഞ്ഞവൻ കള്ളപ്രവാചകൻ അതിനോട് എതിർത്തു എന്ന് കാണുന്നു. ഓർത്തുകൊള്ളണം, ദൈവപ്രവൃത്തി എവിടെങ്കിലും വെളിവാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവമക്കൾ ഇന്നും ആയിരിക്കുന്നത്. ഒരുപക്ഷെ ജാതീയ വിഭാഗങ്ങളാകാം, ഒരുപക്ഷെ വ്യക്തികളായിരുന്നേക്കാം, ഒരുപക്ഷെ സുവിശേഷ വിരോധികളായിരുന്നേക്കാം, ഒരുപക്ഷെ പ്രാകൃതന്മാരായിരുന്നേക്കാം. ഏത് വിധേനയായാലും അനേക എതിർപ്പുകളുടെ നടുവിലാണ് ദൈവമക്കളായിരിക്കുന്നുള്ള കാര്യം മറക്കരുത്. എൻ്റെ സാക്ഷ്യം പറയാൻ വളരെയേറെ ഉണ്ട്. എതിർപ്പുകളുടെ വലിയ ഘോഷയാത്ര കണ്ടവനാണ് ഞാൻ. അവിടെയൊന്നും ദൈവം തമ്പുരാൻ ഞങ്ങളുടെ ദൗത്യത്തെ പരാജയപ്പെടുത്തിയില്ല. ഞങ്ങളെ കൈക്ക് പിടിച്ച് ആലോചന നിന്ന് മുന്നോട്ട് കൊണ്ടുപോയ കാലഘട്ടങ്ങളാണ്. ഇവിടെ എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, സുവിശേഷത്തിൻ്റെ ശക്തി ദേശത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി എതിർക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ എതിർപ്പ് കണ്ട് ആരും ഭയപ്പെടരുത്. അപ്പോസ്തലന്മാർ വ്യാപരിച്ച ദൈവാത്മാവിൻ്റെ വ്യാപാരം നിങ്ങളിലും വ്യാപരിക്കട്ടെ. എനിക്ക് വളരെയേറെ ചിന്ത എൻ്റെ മനസ്സിൽ കയറി വരുന്നെങ്കിലും 7 കാര്യങ്ങൾ ആ കള്ളപ്രവാചകനെ കുറിച്ച് പൗലോസ് അവിടെ പറയുന്നു. 7 കാര്യങ്ങൾ. രണ്ടാമതവിടെ എഴുതിയിരിക്കുന്നവരും ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയുവാൻ ശ്രമിച്ചു എന്നാണ്. ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളയാൻ ശ്രമിച്ചു. ഓർത്തുകൊള്ളണം, നീ ശക്തിയോടെ പ്രവചിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഇടപെടുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാവുന്ന പിശാച് തടുത്തു കളയാൻ ശ്രമിക്കുന്നു. ഞാൻ വളരെ ശക്തമേറിയ ഭാഷയിൽ പറയുന്നു, തടുത്തു കളയുന്ന ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തെയും തടഞ്ഞു നിർത്തുന്ന, തടസ്സപ്പെടുത്തുന്ന ശക്തി, ഏത് വിധേനയും തടസ്സപ്പെടുത്തുന്ന ശക്തി തടുത്തു കളയുവാൻ ശ്രമിക്കുന്നു. നിന്റെയും ആത്മീയ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തെ തടുത്തു കളയാൻ ശ്രമിക്കുന്ന ഒരു ശക്തി നിന്റെ അടുക്കൽ നിനക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട്. നിന്റെ കുടുംബം രക്ഷയിലേക്ക് വരാതിരിപ്പാൻ തക്കവണ്ണം തടുത്തു നിർത്തുന്ന ഒരു ശക്തി അവിടെ ആവരിക്കുന്നുണ്ട്. നിന്റെ ദേശത്ത് സുവിശേഷത്തിൻ്റെ ശക്തി അതിൻ്റെ ബലത്തോടെ വ്യാപരിക്കാതിരിക്കേണ്ടതിന് തടുത്തു നിർത്തുന്ന ഒരു ശക്തി അവിടെ വ്യാപരിക്കുന്നുണ്ട്. തടുത്തു നിർത്തുന്ന ശക്തിക്കെതിരെ പൊരുതുന്ന പടവാൾ നമ്മിൽ ഉണ്ടായിരിക്കണം. നമ്മോട് കൂടെ നിൽക്കുന്നവൻ സൈന്യാധിപനാണ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അതിനകത്തൊരു വാക്യം എഴുതി വെച്ചിരിക്കുന്നു.
വഴികളിൽ നിന്നെ സൂക്ഷിക്കേണ്ടതിന്, നിന്റെ എല്ലാ വഴികളിൽ നിന്നെ സൂക്ഷിക്കേണ്ടതിന് ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായിട്ട് അയക്കുന്നു. കേട്ടുകൊള്ളണം, നിന്റെ എല്ലാ വഴികളിലും നിന്നെ സൂക്ഷിക്കേണ്ടതിന് ഒരു ദൂതനെ ഞാൻ നിനക്ക് മുമ്പായിട്ട് അയക്കുന്നു. ഓർക്കണം, തടുക്കുന്ന ശക്തിയുണ്ടെങ്കിൽ അതിനെ നേരിടുവാൻ നിന്റെ ബലഹീനത ഒരു കാര്യമല്ല. ബലവാനായവൻ ശക്തനായ ദൂതനെ നിനക്ക് വേണ്ടി അയച്ചു തരുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനം വിശ്വസിച്ചേറ്റെടുക്കുക. ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു. ചില അഡ്വൈസ് അവിടെയുണ്ട്. അവനോട് എതിർക്കരുത്, അവനോട് എതിർക്കരുത്. എൻ്റെ നാമം അവനിലുണ്ട്. അവൻ നിന്റെ അതിക്രമങ്ങളെ ക്ഷമിക്കയില്ല. അവൻ നിന്നെ കനാന്യർ, പെരിസ്യർ, ഹിവ്യർ, മെസൊപ്പൊട്ടേമ്യർ, കനാന്യർ തുടങ്ങിയതായ 7 എതിരാളികളുടെ കൂട്ടത്തോട് സമൂഹത്തിൻ്റെ നടുവിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. ഈ ദൂതനെ നീ എതിർക്കണ്ട. ദൂതൻ വഴി പറയുന്നത് നീ കേട്ടനുസരിച്ചാൽ മതി. നിന്നെ കൊണ്ടുപോകുന്നത് എതിർക്കുന്ന, നേരിടുന്ന, തടയുന്ന ശക്തിയുടെ നടുവിലേക്കാണ്. 7 മഹാജാതികളാണ് അവിടെ നിൽക്കുന്നത് എതിർക്കാൻ. അവരുടെ നടുവിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നു. നീ പേടിക്കണ്ട. അവിടെ കൊണ്ട് നിന്നെ നിർത്തിയിട്ട് ഈ ദൂതനോട് രക്ഷപ്പെടുകയല്ല ശത്രുവിനെ കണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: അവൻ അവരെ നിർമൂലമാക്കി. എതിർക്കുന്ന ശക്തി, തടയുന്ന ശക്തിയെ കണ്ട് നീ ബോധം കെട്ട് വീഴരുത്. നീ ഓടി മറയണ്ട. നിന്നിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി അവരിൽ വ്യാപരിക്കുന്നതിനേക്കാൾ വലിയതാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. സകല ഭൂതലത്തിൽ വ്യാപരിക്കുന്ന ശക്തികളും വൺ സൈഡായിട്ട് നിന്നുകൊണ്ട് നിന്നോട് പൊരുതുമ്പോഴും ഒരു ദൈവ പൈതലിന് വലിയ പ്രൊട്ടക്ഷൻ, സംരക്ഷണ കൊടുക്കുന്ന ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദിവ്യമായ സംരക്ഷണ കൊടുക്കുന്ന അനുഭവമുണ്ട്. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. തടുക്കുന്ന ശക്തി, നിന്റെ മുന്നേറ്റത്തെ തടുക്കുന്ന ശക്തി, നിന്റെ പ്രാർത്ഥനയെ തടുക്കുന്ന ശക്തി, നിന്റെ ഉപവാസത്തെ തടുക്കുന്ന ശക്തി, നിന്റെ എല്ലാ ആത്മീയ മണ്ഡലങ്ങളെ തടുത്തു നിർത്താൻ ശ്രമിക്കുന്ന ശക്തി. പൗലോസ് അതിനെ ബന്ധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എതിർത്ത് നിൽക്കുന്ന ശക്തിയെ, തടയുന്ന ശക്തിയെ പൗലോസ് ബന്ധിക്കുകയാണ്. മൂന്നാമതോടെ കാണുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത് സകല കപടവും സകല കപടവും സകല ധൂർത്തും സകല കപടവും നിറഞ്ഞവൻ. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ അഭിനയിക്കുന്നവൻ, ആത്മീയം പറഞ്ഞ് വെള്ളയുടുപ്പ് ഇട്ടുകൊണ്ട് ഗിൽറ്റിട്ട ബൈബിളും കെട്ടത്ത് വെച്ചുകൊണ്ട് കാപട്യം കാണിക്കുന്ന വഞ്ചകന്മാരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് അനുകൂലമല്ല, നിനക്ക് പ്രതികൂലമാണ്. കാപട്യം കാണിക്കാനുള്ളതല്ല വചനം. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്നവരായി എന്ന തീമോത്തിയോസ് എഴുതി വച്ചിരിക്കുമ്പോൾ, ഭക്തന്മാരുടെ വേഷം ധരിച്ച് ഭക്തന്മാരെ പോലെ സ്തോത്രം പറഞ്ഞ് ഭക്തന്മാരെ പോലെ കൈയടിച്ച് മനസാക്ഷിയിൽ ഇതുമായിട്ടൊരു ബന്ധമില്ലാതെ പുറമെ പ്രകടനം കാണിക്കുന്ന അഭിനേതാക്കളായി മാറ്റപ്പെടുന്ന അനുഭവത്തിൽ മാറ്റം വന്ന് ഒരു വാസ്തവമായിട്ട് വിശ്വാസിയായി, ഒരു വാസ്തവമേറിയ ഭക്തനായിട്ട്, തുറന്ന മനസാക്ഷിയോടെ, തുറന്ന ഹൃദയത്തോടെ ആമേൻ ദൈവത്തിങ്കലായിരിക്കാൻ ശ്രമിക്കുക. അടവുകളും ചതിവുകളും വഞ്ചനകളും കാപട്യങ്ങളും വക്രബുദ്ധികളും ഒന്നും ഇവിടെ വിലപ്പോകയില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രതിപാദിക്കുന്നു. പൗലോസിൻ്റെ അടുക്കൽ ഒട്ടും നടക്കയില്ല. സകല കപടവും നിറഞ്ഞവനെ, കാപട്യം കൊണ്ട് ദൈവത്തിൻ്റെ വഴികളെ അടച്ചുകളയാൻ ശ്രമിക്കുന്ന, ഭക്തിയുടെ വേഷം ധരിച്ച് നല്ല ഒന്നാന്തര ചോക്ലേറ്റ് ചിരിയും ചിരിച്ച് ഷെയ്ക്ക് കൊടുത്ത് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് ഭക്തിയെ മറ്റുള്ള മുമ്പേ കാണിച്ചിട്ട്
അതിൻ്റെ ശക്തി എന്തെന്ന് അറിയാൻ പാടില്ല നടക്കുന്നതായ പൈശാചിക വ്യാപാരവുമായി നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മനം തിരിഞ്ഞോ, രൂപാന്തരപ്പെട്ടു, അല്ലെങ്കിൽ ഇത് അപകടം മുമ്പിൽ നിൽക്കുന്നുണ്ട്. വളരെ ശക്തമേറിയ പക്ഷേ ഞാൻ പറയുന്നത് അപകടം മുമ്പിലുണ്ട്. അതിൽ പെട്ടുപോകാതിരിപ്പാൻ സൂക്ഷിക്കുക. 4 അവിടെ എഴുതിയിരിക്കുന്നത്, സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ. 4-മത്തെ പൗലോസ് അവനെ കുറിച്ച് പറയുന്നത്, ഇവൻ ധൂർത്തകാളിയാണ്. സകല ധൂർത്തും എന്ന് വെച്ചാൽ അവന് കൊട്ടാരത്തിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് കൈയൊക്കെ കൂപ്പിന്ന് അവിടുന്ന് കിട്ടാവുന്ന വരുമാനമെല്ലാം മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ അവൻ്റെ കൂട്ടുകെട്ട് ധൂർത്താളികളുടെ കൂടിയാണ്. എൻ്റെ ഭാഷ പറഞ്ഞാൽ ചീട്ട് കളിക്കാരുടെ കൂടിയാണ്, മയക്കുമരുന്നിൻ്റെ കൂടെയാണ്, കുടിയന്മാരുടെ കൂടെയാണ്, അനാവശ്യങ്ങളുടെ കൂട്ടുകെട്ടിലാണ്. കമ്പനി കൂട്ടിച്ചേർന്നുകൊണ്ട് മദ്യഷാപ്പിലേക്ക് പോയേക്കാം. അവൻ ധൂർത്താളിയാണ്. ഏത് ധൂർത്ത് കടിച്ച് കളയുന്നവനാണ്. കാരണം അവന് വേദനിച്ചുണ്ടാക്കിയ പണമല്ല, വേദനിച്ചുണ്ടാക്കിയ സമ്പാദ്യങ്ങളൊന്നുമല്ല. ആ ഗവർണറുടെ കയ്യിൽ നിന്ന് ചൂഷണം ചെയ്തുകൊണ്ട് കള്ളപ്രവചനം നടത്തി ചൂഷണം ചെയ്ത് അവൻ വാങ്ങിക്കൊണ്ടുവന്ന് മദ്യപിക്കുകയാണ്. നിങ്ങൾക്കറിയാം പ്രോഡിഗൽ സൺ, മുടിയൻ പുത്രനെ കുറിച്ച് അറിയാത്തവരാരും കാണുകയില്ല. അപ്പൻ്റെ സ്വത്തുക്കളും അപ്പനിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് അവൻ ബഹുദൂരം പോയി കൂട്ടുകാരുമായിട്ട് തൂർത്തടിച്ചെന്ന് എഴുതിയിരിക്കുന്നു. ചേട്ടൻ്റെ വാക്കുകളാണത്. അവൻ തൂർത്തടിച്ച് കളഞ്ഞു. അപ്പൻ്റെ സ്വത്ത് തൂർത്തടിച്ച് കളയാനുള്ളതല്ല. ദൈവം തരുന്നതായ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ദൈവത്തിൻ്റെ ഉപദേശങ്ങൾ നിന്റെ തൂർത്താളിത്യത്തിന് വേണ്ടിയുള്ളതല്ല. ദൈവം തന്ന നന്മ, സാമ്പത്തികം ധൂർത്തടിക്കാനുള്ളതല്ല എന്ന് ഞാൻ ഉറക്കെ പറയുന്നു. നിനക്ക് പണം ധാരാളം കണ്ടേക്കാം, സാഹചര്യങ്ങളൊക്കെ ഒരു പക്ഷേ നിനക്ക് സുഖജീവിതത്തിന് പര്യാപ്തമായിരുന്നേക്കാം. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് പോരാ. അത് ധൂർത്തടിക്കാനുള്ളതല്ല. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കണക്ക് ചോദിക്കുന്ന ഒരുവനുണ്ട്. ലൂക്കോസ് 16-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, നിന്റെ കാര്യവിചാരകത്വത്തിൻ്റെ കണക്ക് എവിടെ എന്ന് ചോദിക്കുന്ന ഒരു ദിവസം ഉണ്ടാകുമ്പോൾ നിന്റെ മുട്ട് പറയ്ക്കാനിടയാകരുത്, നിന്റെ തലകുനിക്കാനിടയാകരുത്, കൈകാലുകൾ വിറയ്ക്കാനിടയാകരുത്. കണക്ക് ചോദിക്കുന്ന ഒരുവനുണ്ട്. ഞാൻ ഒരിക്കലൊരു വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുത്തു. ധനാഢ്യനായൊരു സഹോദരനാണ്, പെന്തക്കോസ്തുകാരനാണ്. ഒരു ഏറിയ മുഴുവൻ പന്തലിട്ട് നിറച്ചിരിക്കുകയാണ്. VIPs ധാരാളം പേരുണ്ട്. ആ ഭക്ഷണശാലയിൽ ഞങ്ങളൊക്കെ കുറേ ദൈവദാസന്മാരുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ച, മിച്ചം വന്നതായ അതിഗംഭീരമായ സദ്യയായിരുന്നു. അതൊന്ന് കഴിച്ചു തീർക്കാനായിട്ടോ ഒരറ്റം പോലും തീർക്കാൻ കഴിയാത്ത വണ്ണം വിഭവങ്ങളുണ്ട്. അങ്ങനെ വിളമ്പി വെച്ചിരിക്കുകയാണ്. കഴിക്കാൻ നിർവാഹമില്ലാത്ത പോലെ മിച്ചം വന്ന് മുഴുവനും ടെമ്പോ വാൻ കൊണ്ടുവന്നിട്ട് അതിനകത്ത് കയറ്റിക്കൊണ്ട് പോയി കുഴിയിൽ മറിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ വാസ്തവത്തിൽ ഞാൻ വളരെ വേദനിച്ചു. ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന അനേക ജീവിതങ്ങൾ അവിടെ ഇവിടെയായുള്ളപ്പോൾ, ആ ഓർഫനേജിലുള്ളവരെ പോറ്റാൻ വേണ്ടി ഇതിൻ്റെ ഭാരവാഹികൾ ബന്ധപ്പെടുമ്പോൾ, ആരുപോലുമില്ലാത്ത കുഞ്ഞുങ്ങളെ പോറ്റി വളർത്താൻ വേണ്ടി ചില ഇടങ്ങളിൽ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കുമെന്നറിയാതെ ഉത്തരവാദിത്തപ്പെട്ടവർ ഭാരപ്പെടുമ്പോൾ, ധനാഢ്യനായ മനുഷ്യ, നീ ഗൾഫിൽ നിന്ന് കൊണ്ടൊന്നായിരിക്കാം, അമേരിക്കയിൽ നിന്ന് കൊണ്ടൊന്നായിരിക്കാം, നിനക്ക് വിദേശത്ത് നിന്ന് മക്കൾ അയച്ചതായിരിക്കാം, പക്ഷേ കണക്ക് പറയേണ്ട ഒരു ദിവസമുണ്ട്. നീ ധൂർത്തടിക്കരുത്. ഇത് നിഗളിച്ച് അഹങ്കരിച്ച് തോന്നിയാസം കളയേണ്ടതല്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വളരെ ബോധപൂർവം വളരെ ആത്മാർത്ഥത്തോടും കൂടെ പറയുകയാണ്,
നിന്റെ പണം തൂർത്തടിക്കരുത്. നിന്റെ ധനം തൂർത്താളികൾക്ക് തൂർത്തടിക്കാനുള്ളതല്ല. ദൈവം തന്ന നന്മ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ നിനക്കത് അനുഭവിക്കാം. ഒരുപക്ഷെ നീ നിമിത്തം കഷ്ടപ്പെടുന്ന അനേകർക്കും അത് ഒരാശ്വാസമായി ഭവിക്കാം. ഞാൻ പലപ്പോഴും തനിയായിരുന്നു ചിന്തിക്കും. ഞാനൊരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർ ചെയ്തയാളാണ്. ചെറിയ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ട്, അതിൽ കൂടിയവരുണ്ട്, കോടികൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരാളുടെ പേര് തന്നെ പല ബാങ്കുകളിൽ കിടപ്പുണ്ട്. പക്ഷേ ഇന്ന് അതുകൊണ്ട് വലിയ പ്രയോജനം ചെയ്യുന്നില്ല. പാൻ കാർഡുള്ളിടത്തോളം പറ്റുന്നില്ല. എവിടെല്ലാം ഉണ്ടെങ്കിലും കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഇന്ന് ആസൂത്രണം ചെയ്തിട്ടുണ്ടല്ലോ. അവിടെ പത്ത് നടക്കില്ല. പിന്നെ ചെയ്യാവുന്നതെന്നാണ് വീട്ടിനകത്ത് രഹസ്യ സങ്കേതങ്ങളിൽ അങ്ങനെ പൂട്ടി സൂക്ഷിച്ചു വെച്ച് വീട്ടിനകത്ത് വേണേൽ കിടന്നുറങ്ങാം. ആർക്ക് പ്രയോജനം? ഇവിടെ പട്ടിണി കിടക്കുന്നവൻ, മക്കളെ ഒന്ന് കല്യാണം കഴിച്ച് പറഞ്ഞു വിടാനില്ലാത്തവൻ, കുഞ്ഞുങ്ങളെ ഒന്ന് പഠിപ്പിക്കാൻ കഴിയാതെ, ആമേൻ, വാടക കൊടുക്കാൻ കാശില്ലാതെ, എത്ര എണ്ണം കിടന്ന് കുഴയുന്ന കാഴ്ചകൾ ഞാൻ നേരിട്ട് കാണുന്നു. പ്രിയപ്പെട്ടവരെ, സാമ്പത്തികം അതിക്രമിച്ച് കടന്നു വന്നാൽ അതിനെ തൂർത്തടിക്കരുത്. നീ ഇതുപോലെയുള്ളവരെ ഒന്ന് കണ്ടെത്തി അല്പസഹായം അവർക്ക് ചെയ്യ്. ദൈവത്തെ നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നിൻ്റെ കുടുംബത്തിലെ സന്തോഷം നഷ്ടപ്പെടാതെ ദൈവം കാത്തു സൂക്ഷിക്കും. നീ ഇതൊന്ന് കേട്ട് ഏറ്റെടുത്താൽ കൊള്ളാം. ഞാൻ മടങ്ങി വരുന്നു. സകല കപടവും ധൂർത്തും നിറഞ്ഞവനെ. അടുത്ത വാചകം 5-ാമത്തെ വാചകം എന്നാണെന്നറിയോ? പിശാചിൻ്റെ മകനെ, സകല ഭോഷ്കും പറയുന്നവനെ, പിശാച്, വഞ്ചനയുടെ ഉടമസ്ഥ, ഇരുട്ടിൻ്റെ അധിപതി, മനുഷ്യൻ്റെ സന്തോഷ വഴികളെ, നന്മയുടെ വഴികളെയും തകർത്ത് കളയുന്നവനെ, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്നവനെ, പിശാചിൻ്റെ മകനെ. പ്രൈസ് ദി ലോർഡ്. കേൾക്കുമ്പോൾ ആർക്കും വിഷമം തോന്നരുത്. നീ ദൈവത്തിൻ്റെ വഴികളെയും മറിച്ച് കളഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് മാറിപ്പോകുവാൻ ജനത്തെ നടത്തുന്ന വഞ്ചനയുടെ കാപട്യത്തിൻ്റെ വളഞ്ഞ വഴികളിൽ നടന്ന് ജനത്തെ തകർത്ത് കളയുന്ന ഉപദേശവുമായിട്ട് നടക്കുന്നവരെ, തുറന്ന ഭാഷയിൽ ഞാൻ പറയുന്നു, നീ പിശാചിൻ്റെ മകനാണ്. ദൈവത്തിൻ്റെ വചനം, ദൈവിക ഉപദേശം, ആ വിശുദ്ധി, ആ സ്നേഹം, ആ വിനയം, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവരുടെ അനുകമ്പ, ഇതെല്ലാം തടുത്തു നിൽക്കുന്ന ഒരു ശക്തി നിൻ്റെ മേലുണ്ട് എങ്കിൽ നിന്നെ കൊണ്ട് നടക്കുന്നത് ദൈവാത്മാവല്ല, മറിച്ച് പിശാചാണ്. ആ പിശാചിൻ്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടണം. നിന്റെ പോരായ്മകൾ നീ തിരിച്ചറിയണം. യേശു കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട് കുറവുകളെ ഏറ്റുപറഞ്ഞ് കരയണം. നിന്റെ സമാധാനമെങ്ങും പോകുകയില്ല. നിനക്ക് രാഷ്ട്രീയ തലത്തിൽ ഉന്നതനാകണമെന്ന് ആഗ്രഹം കാണും. ലോകപ്രകാരം നീ പ്രസിദ്ധനാകണമെന്ന് ആഗ്രഹം കാണും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. നൂറുകണക്കിന് ജീവിതങ്ങൾ ഓരോ ദിവസവും പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. ഒരു കുഴപ്പവുമില്ലാതെ നിൽക്കുന്നത് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പൊഴിഞ്ഞു വീഴുന്നു. നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് മനുഷ്യനും ഒരു ശ്വാസമാണ്. ആ പരമസത്യം തള്ളിക്കളയരുതേ. ഇതിൻ്റെ എല്ലാ ഉടമസ്ഥൻ മേളിലിരിപ്പുണ്ട്. അവനെ ബുദ്ധിമുട്ടിച്ച്, അവനെ വേദനിപ്പിച്ച്, അവനെ മറന്ന് തള്ളിക്കളഞ്ഞ് നീ മുന്നോട്ട് പോയാൽ നിന്നെ നടത്തുന്നതിൻ്റെ പേര് പിശാചെന്നാണ്. നീ പിശാചിൻ്റെ മകനെന്ന് പറയുമ്പോൾ നിൻ്റെ അപ്പൻ പിശാചാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വിശുദ്ധീകരിക്കപ്പെട്ട ദൈവമക്കൾക്കൊരു അപ്പനുണ്ട്. അത് കർത്താവായ യേശു ആണ്. പ്രൈസ് ദി ലോർഡ്.
അവൻ സകല അനീതിക്കെതിരെ നിൽക്കുന്നവനാണ്, അശുദ്ധിക്കെതിരെ നിൽക്കുന്നവനാണ്. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നെന്നെ കേൾക്കുന്നവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും എങ്ങനെയുള്ളവരായി ഇനി കേൾക്കാൻ പോകുന്നവരും ഈ വചനം ഏറ്റെടുത്തെൻ്റെ പ്രിയപ്പെട്ടവനെ, നീ നശിച്ചു പോകാതിരിപ്പാൻ പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിൽ പോയി വീഴാതിരിപ്പാൻ സൂക്ഷിച്ചാൽ നല്ലത്, മനം തിരിഞ്ഞാൽ നല്ലത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വാക്കുകൾ അവിടുന്ന് മുന്നോട്ട് വരികയാണ്. അഞ്ചാമത്തെ കാര്യം പറഞ്ഞത്, പൗലോസ് വിളിച്ചത് പിശാചിൻ്റെ മകനെ എന്നാണ്. ആറാമത് പൗലോസ് വിളിക്കുന്നതാണെന്നറിയാമോ? സകല നീതിയുടെയും ശത്രുവേ. സകല നീതിയുടെയും ശത്രുവേ. നിങ്ങൾ ചിന്തിക്ക്, ഇവൻ്റെ കയ്യിൽ ഇവൻ കൊണ്ടു നടക്കുന്ന പ്രവാചകനാ ബറിയേശു. അവൻ്റെ കയ്യിൽ അവൻ്റെ ശരീരത്തിൽ അവൻ്റെ മനസ്സിൽ കുടിപാർത്തി ഇരിക്കുന്ന സാധനങ്ങളായി പറഞ്ഞതെല്ലാം സകല നീതിയുടെയും ശത്രു. ഒരു നന്മ ചെയ്യാൻ അനുവദിക്കാത്തവൻ, ഒരു നീതി പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാത്തവൻ, രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടായാൽ ഒരു മീഡിയേറ്റർ ഇടപെട്ടിട്ട് നീതിക്ക് കൂട്ടുനിന്നാൽ ഇവൻ അതിനെ എതിർക്കും, കുലക്കത്തിയെടുക്കും, ഒരു കാരണവശാലും ഇല്ലാതെ അവനെ നെഞ്ചത്ത് കുത്തിയിറക്കും. ആ ചോര കണ്ടവൻ രസിക്കും. നീതിയുടെ ശത്രു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എവിടെയെങ്കിലും സന്തോഷമോ സമാധാനമോ പ്രാർത്ഥനയോ പാട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ തകർക്കാൻ ശ്രമിക്കുന്നവനാണിവന് സർവം നീതിയുടെയും ശത്രു. ഏഴാമത് പൗലോസ് പറഞ്ഞത് അവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയുന്നത് നീ മതിയാക്കയില്ലയോ. കർത്താവിൻ്റെ നേർവഴികളെ മറിച്ച് കളയുന്നത് നീ മതിയാക്കയില്ലയോ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നേർവഴി, അതിനെക്കുറിച്ച് ഒരു കാര്യം ചിന്തിക്കണം. നമ്മൾക്ക് ജന്മനാ തന്നെ ഒരു വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. നാം പിറന്ന് വീണ് എങ്കിൽ ഇവിടുന്ന് വളർന്നു വരുമ്പോൾ ഏത് വഴിയെ പോകണം, ഏത് വഴിയെ ജീവിക്കണമെന്ന് നമുക്ക് വേണ്ടി അവനൊരു വഴി ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യെരമ്യാ പ്രവാചകൻ ഒരു വാചകം പറയുന്നു, 6-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് പഴയ പാതകളെ നോക്കി നല്ല വഴി ഏതെന്ന് ചോദിച്ച് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അപ്പോൾ അനവധി വഴികൾ ഇങ്ങനെ സംഘടിച്ച് കൂട്ടിമുട്ടിയും മുട്ടാതെയും പോകുന്ന അനുഭവങ്ങളുണ്ട്. അത് ആക്ഷരികമായി അനേക വഴികളെക്കുറിച്ച് കാണുമ്പോൾ, ആത്മീയ വിഷയമായിട്ട് വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് അനേക വഴികൾ വെട്ടിത്തുറന്ന് കിടപ്പുണ്ട്. നാശത്തിലേക്കുള്ള വഴിയെന്ന് വചനം പറയുന്നു, ജീവനിലേക്കുള്ള വഴിയെന്ന് വചനം പറയുന്നു, സത്യത്തിൻ്റെ വഴിയെന്ന് ദൈവനം പറയുന്നു, ഭോഷ്കിൻ്റെ വഴിയെന്ന് ദൈവനം പറയുന്നു. നമ്മൾ ഈ വഴികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആക്ഷരികമായി എല്ലാ വഴികളും നമുക്കൊരു പക്ഷേ പരിചയം കാണും. കഴിഞ്ഞ ദിവസം ഞാൻ 2 സുഹൃത്തുക്കളും കൂടെ ഒരു സ്ഥലത്തേക്ക് കാറിൽ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വഴി അറിഞ്ഞുകൂടാ. ഞാൻ എവിടെ തിരിയണം എന്നെല്ലാം വഴി കാണിച്ചുകൊണ്ടിരുന്നു. പിന്നെ അദ്ദേഹം പറയുകയാണ്, ഒരു അഡ്വക്കേറ്റാണ്, അദ്ദേഹം പറയുകയാണ്, അവറാച്ചൻ സാറിനെ കൊണ്ട് പോയാൽ മതി, കേരളത്തിൽ ഒരു വഴിയും പുള്ളിക്ക് മറഞ്ഞിരിപ്പില്ല, ഒരു വശത്ത് ശരിയാണ്. വഴികളിൽ അനേക വഴികളും ഈ ആശ്ചര്യമായിട്ടുള്ള വഴികളും എനിക്കറിയാം. എന്നാൽ ദൈവമക്കൾ ഓർത്ത് കൊള്ളണം, ലോകപ്രകാരം നടന്നു പോകുന്ന വഴിയോ വണ്ടി ഓടിക്കുന്ന വഴിയോ അല്ല ഇത്. ആത്മീയ വിഷയമായിട്ട് പല വഴികളുണ്ട്. അത് ദുരുപദേശത്തിൻ്റെ വഴികളുണ്ട്, ദൈവത്തിൻ്റെ പ്രമാണത്തെ മറിച്ച് കളയുന്ന വഴികളുണ്ട്, ഇത് കാർമ്മിക മാർഗം കാണിക്കുന്ന വഴികളുണ്ട്,
ജഡത്തിൻ്റെ വഴികളുണ്ട്. ഇതെല്ലാം ദൈവികമല്ലാത്ത വഴികളായിട്ട് മാറ്റപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വഴിയെ മറിച്ച് കളയരുത് എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ ഇവൻ്റെ പ്രധാന ജോലി എന്താ? ദൈവം തമ്പുരാൻ ഒരുക്കുന്നതായ നീതിയുടെയും വിശുദ്ധിയുടെയും വഴികൾ, നിത്യതയിലേക്കുള്ള വഴികൾ, യേശുവിൻ്റെ അടുക്കലേക്കുള്ള വഴികൾ മറിച്ച് കളയുക. മറിച്ച് കളയാൻ ശ്രമിക്കുന്ന അനുഭവം കാണുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് മടങ്ങി വന്നാൽ നല്ലത്. ഇപ്പോൾ ഒരു ചോദിക്കട്ടെ, ബസ് സ്റ്റാൻഡിൽ വെച്ച് നീ പിന്നെ കാഞ്ഞിരപ്പള്ളിക്ക് പോവുക, അല്ല നീ തിരുവനന്തപുരത്തിന് പോകാൻ നിന്നു, വണ്ടികൾ വന്നു നോക്കിയപ്പോൾ അതിൻ്റെ പുറകിൽ തിരുവനന്തപുരം എന്ന ബോർഡ് കണ്ടു, ബൈക്കിൽ കുറയുന്ന കണ്ടത്. ഓടിച്ചെന്നതേ കയറി വണ്ടി വിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് ടിക്കറ്റ് കണ്ടക്ടർ വന്നപ്പോൾ ചോദിച്ചു, എവിടാ? തിരുവനന്തപുരം. അയ്യോ, ഇത് തിരുവനന്തപുരത്ത് നിന്ന് വന്ന വണ്ടിയാണ്, ഇത് തിരുവനന്തപുരത്തിലല്ല പോകുന്നത്, നിങ്ങൾക്ക് തെറ്റിപ്പോ. അയ്യോ, എന്നെ ഇറക്കി വിട്. അവിടെ ആ ഒരു ബെല്ലടിച്ച് അങ്ങ് ഇറക്കി വിടും. അടുത്ത് ഇതുപോലെയുള്ള തെറ്റിക്കയറാനല്ല നോക്കുന്നത്, പോകേണ്ടത് എറണാകുളത്തിനാണ്. അവൻ്റെ അടുത്ത വണ്ടി എറണാകുളം വണ്ടിയിൽ കയറി ആ തെറ്റ് തിരുത്തും. ഒരുവൻ മിസ് ചെയ്ത് പോയാൽ, ഒരു വണ്ടിയിൽ കയറി അപകടം സംഭവിച്ചു അല്ലെ തെറ്റ് സംഭവിച്ചെങ്കിൽ അത് തെറ്റാണെന്ന് ബോധ്യം വന്നാൽ ആമ ശരിയായുള്ളതിലേക്ക് ഇറങ്ങി കയറുന്നത് പോലെ ഈ ജീവിത യാത്രയിൽ ദൈവത്തിൻ്റെ വഴിയിലല്ല പോകുന്നത് നിനക്ക് ബോധ്യമുണ്ട് എങ്കിൽ, സ്നേഹിത, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഞാൻ ദൈവസ്നേഹത്തിൽ പറയുന്നു, അവിടെ ബെല്ലടിച്ച് നീ ഇറങ്ങ. ദൈവത്തിൻ്റെ വഴിയിലേക്ക് നീ നടന്ന് കയറ്. ആ പഴയ വഴി വിട്ടു മാറ്. പുതിയ വഴി നീ തിരഞ്ഞെടുക്ക്. നാളെ പിന്നത്തേതിൽ ചത്തു കഴിഞ്ഞിട്ട് നിന്നെ കയറ്റിക്കൊള്ളാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ മൗഢ്യമാണ്, മണ്ടത്തരം. നീ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തത് നല്ലതോ തീയതോ അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണെന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച ഉയരത്തിലെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം എൻ്റെ കാതുകളെ മുഴങ്ങുമ്പോൾ ഇവിടെ കുറേ പേര് പറയുന്നു, അത് ചടങ്ങ് ചെയ്താൽ മതി, ഇവിടെ അത് ചെയ്താൽ മതി, എവിടെ ആണ്ട് യാത്ര നടത്തിയാൽ മതി, അവിടെ അത് ചെയ്താൽ മതി, നേർച്ച ഇന്ന കോഴിയെ നേർച്ച, കോഴിമുട്ട നേർച്ച, പിടിപ്പണം നേർച്ച എന്ന് വേണ്ട. മല ചവിട്ടുക, താഴ്വര ഇറങ്ങുക, കുരിശ് ചുമക്കുക, എന്തെല്ലാം വേലകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവനെ, ഒരൊറ്റ വഴിയേ ഉള്ളൂ, ക്രൂശിൻ്റെ വഴി. അത് ഇച്ചിരി ബുദ്ധിമുട്ടും കഷ്ടമൊക്കെ ഉണ്ടായേക്കാം, എതിർപ്പുകൾ വന്നേക്കാം, പക്ഷേ അതിന് സമാധാനമുള്ള വഴിയാണ്. അത് ചെല്ലുന്നത് നിത്യതയിൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന സിംഹാസനത്തിൻ്റെ അടുക്കലേക്കാണ് വഴി പോകുന്നത്. ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇത് പറഞ്ഞവൻ വഞ്ചിക്കപ്പെടുന്നവനല്ല, ചതിയനല്ല, വിശ്വസ്തനാണ്. അതുകൊണ്ട് ഞാൻ ഈ ദൂത് അവസാനിപ്പിക്കുന്നതിന് പറയുകയാണ്, ദൈവത്തിൻ്റെ വഴിയെ മറിച്ച് കളഞ്ഞുകൊണ്ട് അവരെ പെന്തക്കോസ്തുകാരാണ്, അവരുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞ് അവർ കെട്ടുതാലി പറിക്കുന്നവരാണ്. അവർക്ക് മന്ത്രകോടിയില്ല, അവർക്ക് പൊന്നും വെള്ളിയുമില്ല എന്നൊക്കെ പറഞ്ഞു അവരുടെ പോക്ക് ശരിയല്ല എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരുവൻ ദൈവകൃപയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവനെ തടഞ്ഞു നിർത്തുന്ന പദ്ധതി നിനക്കുണ്ടെങ്കിൽ സൂക്ഷിച്ചോ, ദൈവം നിനക്ക് അനുകൂലമല്ല. ജീവിതയാത്രയിൽ ഒരുപാട് സംഭവങ്ങൾ ഞാൻ കണ്ടവനാണ്. ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ഞാൻ ഒരു സ്ഥലത്ത്, പ്രത്യേകമായ ഒരു സ്ഥലമാണത്, പേരുകേട്ട ഒരു ആരാധനാ കേന്ദ്രമാണ്. ഹൈന്ദവരുടെ ഒരു ആരാധനാ കേന്ദ്രം എന്ന് പറഞ്ഞാൽ വലിയ ജനപ്പെരുപ്പുണ്ടാകുന്ന സ്ഥലത്താണ്. ഞാനവിടെ മീറ്റിങ്ങുകൾ ആരംഭിച്ചു. മീറ്റിംഗ് നടത്തി അവിടെ ശിരുകൊണ്ടിരിക്കുമ്പോൾ ഇതിനോട് എതിർക്കുന്ന, ഇതിനെ മറിച്ച് കളയുന്ന ഒരു വിദ്വാൻ തൊട്ടടുത്തുള്ള വഴിയിൽ വന്ന് നിന്ന് ഞങ്ങളെ നോക്കിക്കൊണ്ട്
ഹല്ലേലൂയായ്ക്ക് പകരം ഹല്ലേലൂയായി എന്ന് ഞങ്ങൾ പറയുന്നതിന് പകരം കാലുവയ്യേ കാലുവയ്യേ എന്ന് പറഞ്ഞ കൂക്ക് വിളിച്ച് കളിയാക്കിയത് ഞാൻ മറക്കയില്ല. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് ദൈവത്തിൻ്റെ കരം അവന് ഭാരമായി വന്നു. എനിക്ക് സങ്കടമുണ്ട്, ദുഃഖത്തോടെ ഞാൻ പറയുന്നത്, സന്തോഷമില്ല. രണ്ട് കാലും തളർന്നവനായിട്ട് കാലുവയ്യേ കാലുവയ്യേ എന്ന് പറഞ്ഞു രണ്ട് കാലും തളർന്നവനായിട്ട് ഇന്നും ആമേൻ ഒരേ ബെഡിൽ കിടക്കുന്നു. കാണുമ്പോൾ ദുഃഖമുണ്ട്. ഒരു മനുഷ്യന് ദൈവത്തിൻ്റെ കരം ഭാരമായി വരാതിരിക്കണം. ദൈവത്തിൻ്റെ അടി ഏൽക്കരുത്, ശിക്ഷ അനുഭവിക്കരുത്, ദൈവത്തിൻ്റെ വഴികളെ നീ മറിച്ച് കളയരുത്. ദാവീദേ, നിൻ്റെ ജീവിതയാത്രയിൽ താഴ്ചയിൽ നിന്ന് നിനക്കൊരു വഴി ഉണ്ടാക്കി തമ്പുരാനാ. നിന്നെ വിളിച്ചു വരുത്തി അഭിഷേകം പകർന്നത് ദൈവം തമ്പുരാനാ. നിനക്ക് ആടുകളുടെ ഒരു പുതിയ ജീവിതം തന്ന കർത്താവാണ്. ശൗലിനെ മാറ്റി രാജസിംഹാസനത്തിൽ ഇരുത്തുവാൻ നിന്നെ ദൈവം ഒരുക്കിയത് ഒരു അനുഭവമാണ്, ഒരു പുതിയ വഴിയാണ്. ഇല്ലായ്മയിൽ സകലത്തെ ഉളവാക്കുന്നവനായ നാഥൻ നമുക്ക് വേണ്ടി പുതുവഴികൾ വെട്ടിത്തുറന്ന് നമ്മെ മാനിക്കുന്നവനാണ്. ദാവീദിന് അങ്ങനെ ചെറിയ താരെന്താണ്, ഒന്നിനും കൊള്ളില്ലാത്തവൻ ചേട്ടന്മാർ പറഞ്ഞ അവന് കഴിവില്ലാത്തവനാ, അവൻ പയ്യനാണ്, അവന് വിദ്യാഭ്യാസം കുറവാണ് എന്നൊക്കെ പറഞ്ഞു വിട്ടെങ്കിലും ദൈവം തെരഞ്ഞെടുത്തവൻ്റെ വഴികൾ സ്റ്റെപ്പായിട്ട് അവൻ കയറി ഇന്ന് ഇസ്രായേലിൻ്റെ രാജാവായിട്ടിരിക്കുന്നു. അതുമാത്രമാണോ? പൗലോസേ, നിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ജനം കൂടിയപ്പോൾ നീ പ്രസംഗിച്ച് ദാവീദിനെ കുറിച്ച് പ്രസംഗിച്ചു. ആ കുലത്തിൽ നിന്ന്, ദാവീദിൻ്റെ കുലത്തിൽ നിന്നാണ് നസ്രയനായ യേശു എന്ന ദൈവപുത്രൻ ജന്മം കൊണ്ടത്. നോക്കണം, ഒന്നുമില്ലാത്ത ആടിനെ തീറ്റി നടന്നവൻ്റെ അവനെ വേർതിരിച്ച തമ്പുരാൻ അവനെ ഉയർത്തിക്കൊണ്ട് വന്നു അവൻ്റെ തലമുറയിലാണ് യേശുവിൻ്റെ ജന്മമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, അവൻ എത്രമാത്രം വഴി വെട്ടിയെന്ന്. നീ ഔസേപ്പിനെ വിളിച്ചു മതിയിൽ അവൻ്റെ വഴി എന്തായിരുന്നു? അപ്പൻ്റെ കൂടെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നടന്നൊരു കൊച്ചൻ. അപ്പനോട് കൂടി ഭക്ഷിച്ച് അപ്പനോടുകൂടി കിടന്നുറങ്ങി അപ്പച്ചൻ കൊടുക്കുന്നതായ വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങനെ തുള്ളിച്ചാടി നടന്നവൻ ചേട്ടന്മാരുടെ അടുക്കിലേക്കൊന്ന് പോയി, സന്തോഷ വാർത്ത അറിയാൻ പോയി. അന്നേരം ചെല്ലുമ്പോഴും അവർക്കും കൊടുക്കാനുള്ളത് അപ്പൻ കൊടുത്തയച്ച പൂജ്യങ്ങളുണ്ട്, അതും കൊണ്ടാണ് പോയത്. പക്ഷെ അവിടെ ചെന്നെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവരവനെ വിമർശിച്ചു. ദർശനക്കാരൻ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചു. അവൻ കൊണ്ടുവന്ന ഭക്ഷ്യപദാർത്ഥങ്ങളെല്ലാവരും തിന്നു, പക്ഷേ മാനസാന്തരം ഉണ്ടായില്ല. ദൈവവൈദ്യങ്ങൾ കൊടുക്കുന്നതെല്ലാം അവരേറ്റുവാങ്ങും, പക്ഷേ മനം തിരിയുന്നില്ല, രൂപാന്തരമില്ല. അവിടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരുന്നു. അവൻ്റെ വസ്ത്രമൂരി അവനെ പൊട്ടക്കിണറ്റിലിട്ടു. അവനെ കച്ചവടക്കാർക്ക്, ഇസ്ലാമിയ കച്ചവടക്കാർക്ക് അവർ വെള്ളിക്കാശിന് 30 വെള്ളിക്കാശിന് വിറ്റു, അല്ല 20 വെള്ളിക്കാശിന് വിറ്റു. അവനെ ഇവർക്ക് വേണ്ട. അവനോട് എതിർത്തു നിന്നു, അവനെ തടഞ്ഞു, അവൻ്റെ വഴികൾ അടച്ചു. അവൻ മുന്നോട്ട് എങ്ങനെ പോകണം? സ്വന്തം സഹോദരങ്ങളെ തടയുന്ന സഹോദരാ, രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് വരുന്നവനെ തടയുന്ന കുടുംബക്കാരെ, സ്നേഹിത, നീ സൂക്ഷിച്ചു, നീ തടയരുത്. ഒരു ദൈവവൈതൽ, ദർശനം പ്രാപിച്ച ദൈവവൈതലുണ്ടെങ്കിൽ അതിനെ വഴിയിലിട്ട് നീ കൂത്തുകളിപ്പിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കരുത്, സൂക്ഷിക്കുക. അവനവൻ്റെ വഴിക്ക് കർത്താവിനെ വീഴ്ച് വീടിയും സിഗരറ്റും കഞ്ചാവും എല്ലാം കളഞ്ഞവൻ മര്യാദക്കാരനായിട്ട് ജീവിക്കുകയാണെങ്കിൽ നീ എന്തിനവനെ തടയണം? അവൻ നിനക്ക് തലവേദനയല്ല, നിനക്കൊരു ഭാരമല്ല, അവൻ നിനക്ക് അനുഗ്രഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഇവനെ വഴിയിൽ ഒത്തിരി തടഞ്ഞു, പക്ഷേ ഒരു തിരിച്ചിൽ മനസ്സിലേക്ക് തോന്നി. അതുകൊണ്ട് കിണറ്റിൽ ചെന്ന് കയറ്റി കച്ചവടക്കാർക്ക് വിറ്റു. അവൻ ചെന്ന് കയറിയത് അവിടുത്തെ ഒരു അടിമയെ പോലെ പണി ചെയ്തുകൊണ്ടാണ്. എന്നാൽ അവൻ്റെ മിടുക്കും സാമർഥ്യവും അവൻ്റെ കഴിവുകളും എല്ലാം മനസ്സിലാക്കിയ ആ കൊട്ടാരത്തിൽ തന്നെ അവനെ മാന്യനായിട്ടിടി. പക്ഷേ അവൻ്റെ വഴി തടയുവാൻ ആ കൊട്ടാരത്തിലെ ദുർഭൂതം, ആ കൊട്ടാരത്തിലെ കൊടുംപിശാച്
അവനെ ആക്രമിച്ച് കീഴടക്കാൻ ശ്രമിച്ച ചരിത്രമാണ്. ആ പാവപ്പെട്ട ദൈവദാസൻ, ദർശനം മങ്ങിപ്പോകാതെ കാത്തു സൂക്ഷിച്ചവൻ, ഇന്ന് കിടക്കുന്ന ഇരുമ്പഴിക്കകത്ത് ജയിലറയിലാണ്. നിരാശപ്പെട്ടില്ല, തളർന്നില്ല. നീതിക്ക് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, ദൈവവ്യവസ്ഥയ്ക്ക് വേണ്ടി കാത്തു നിന്നവനെ എവിടെ കൊണ്ടിട്ടാലും അവന് നിരാശയില്ല. ദൈവത്തിൻ്റെ വഴി വെട്ടി തുറക്കുന്നു. അവൻ്റെ ജയിലേറിയവൻ പുറത്തു വരുന്നു. അവനെ സിംഹാസനത്തിൽ ആരൂഢനാക്കി നിർത്തുന്നു. രാജ്യത്തിന് രണ്ടാമനായി അവൻ ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്തു ഭവിച്ചവനെ കൊല്ലാൻ ഭാവിച്ചവർ, വേണ്ട എന്ന് വെച്ചവർ, ഏതെല്ലാം വക്രബുദ്ധികളും വളഞ്ഞ വഴികളും തന്ത്രങ്ങളും മെനഞ്ഞ് ചേട്ടന്മാരവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടാമോ അത് കാട്ടിക്കൂട്ടി അപ്പനെ വേദനിപ്പിച്ചവർ ഇന്ന് അടിമകളെ പോലെ അവൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വന്നിരിക്കുന്ന കാഴ്ച ഓർത്തുകൊള്ളണം. ദൈവത്തിൻ്റെ വഴിയെ മറിച്ച് കളയരുത്. നീ അതിനു വേണ്ടി ശ്രമിച്ചാൽ ദൈവകരം നിനക്ക് ഭാരമായി വരും. ഏതു വിധേനമാട്ടെ, അവിടെ ശാഠ്യത്താലോ സന്തോഷത്തോടെയോ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നെങ്കിൽ അവരെ നീ തടയരുത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതിപ്പോൾ ഇവിടെ മതിയാകുമല്ലോ, നിർത്തുകയാണ്. ദൈവത്തിൻ്റെ വഴി മറയ്ക്കുന്നത് നിർത്തുക. പ്രൈസ് ദി ലോർഡ്. ദൈവ സ്വഭാവത്തെ മറയ്ക്കുന്നത് നീ നിർത്തിക്കളയണം. ശത്രു നിന്നെ നശിപ്പിച്ച് കളയാതിരിപ്പാൻ അതിനെ നീ ബന്ധിക്കണം. ശത്രു നിന്നെ നശിപ്പിച്ച് കളയാൻ ആഞ്ഞടിക്കുമ്പോൾ നീ അതിനെ ബന്ധിക്കണം. പൗലോസ് പ്രസംഗിച്ച ഭാഗത്തേക്ക് ഞാൻ കടന്നു വരാൻ ഒക്കെയില്ല. ആ സെർഗ്യോസ് പൗലോസിൻ്റെ വീട്ടിൽ വെച്ച്, കൊട്ടാരത്തിൽ വെച്ച് ഈ കള്ളപ്രവാചകനോട് പൗലോസ് പറഞ്ഞ വാചകങ്ങൾ ഒന്നുകൂടെ വായിച്ച് ഞാൻ തീർക്കുകയാണ്. അവൻ നോക്കി, സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കയില്ലയോ? ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിൻ്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ അവൻ തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു. കൈ പിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞു അവൻ തപ്പി നടന്നു. ദൈവദാസൻ്റെ ആ വാക്ക്, കഠിന വാക്ക്, നിന്റെ കണ്ണ് അല്പസമയത്തേക്ക് നിന്റെ കണ്ണിൻ്റെ കാഴ്ച പോകും, നിന്റെ ദർശനം മങ്ങിപ്പോകും, നിന്റെ കാപട്യത്തിന് പരിക്കേക്കും. അവൻ അവിടെ തന്നെ വീണു. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പറയാനുള്ള ഞാൻ വിട്ടുകളയാണ്. അവിടെ തന്നെ വീണു. അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോയി. എൻ്റെ പ്രിയപ്പെട്ട, ഇത് കണ്ടപ്പോൾ ഗവർണർ ഭയന്നു പോയി. ഗവർണർ ഇത് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ആ വലിയ മനുഷ്യൻ ഭരണാധികാരി പൗലോസിൻ്റെ വാക്കുകൾ കേട്ട്, ഈ നടന്ന സംഭവം കണ്ട് അത്ഭുതപ്പെട്ട് ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ എന്തെല്ലാം കണ്ടാലും ദൈവത്തെ വിശ്വസിക്കുകയില്ല, എന്തെല്ലാം നടന്നാലും വിശ്വസിക്കുകയില്ല. ന്യായവിധിയുടെ കരം, ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ശബ്ദം, അവൻ്റെ ശിക്ഷയുടെ അനുഭവങ്ങൾ ആർക്കും വെളിപ്പെട്ട് വരാതിരിക്കേണ്ടതിന് ദൈവത്തോട് അപേക്ഷിച്ചോളുക. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സകല ധൂർത്തും സകല കപടവും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ നീതിയുടെ ശത്രുവേ, ദൈവത്തിൻ്റെ വഴികളെയും മറിച്ചു കളയുന്ന മതിയാക്ക് എന്ന് ആ കർശനമേറിയ താക്കീത് ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ വഴികളെ മറിച്ചു കളയുന്നവരെന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അതിനെ നിർത്താൻ നിങ്ങളുടെ സ്നേഹത്തോടെ അഭ്യർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ തൽക്കാലം വിരാമം കുറിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കർത്താവും പരിശുദ്ധനുമായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഇന്ന് തിരുവചനം സംസാരിപ്പാൻ നീ അവസരം തന്നു. ആ സെർഗ്യോസ് പൗലോസിൻ്റെ കൊട്ടാരത്തിൽ നടന്ന സംഭവം ആമേൻ ഞങ്ങൾ വിവരിച്ച് കേട്ടു. 7 കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. പിശാചിൻ്റെ സ്വഭാവത്തിന് വിധേയപ്പെട്ട് നശിച്ചു പോകാതെ എല്ലാറ്റിനും വിടുതൽ പ്രാപിച്ച് ആ സെർഗ്യോസ് പൗലോസിനെ പോലെ കർത്താവിൽ വിശ്വസിച്ച് നീതീകരണം പ്രാപിക്കുവാൻ എൻ്റെ മാന്യ കേൾവിക്കാർക്കിടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും
എല്ലാ മാതാപിതാക്കളെയും വചനം കേട്ട സകലരെയും എനിക്ക് ഇത് വചനം കേൾക്കാൻ പോകുന്നവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിശാചിൻ്റെ പ്രവൃത്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയും ചെയ്യുന്നു. സകല മഹത്വം അങ്ങയ്ക്ക് അവിടുത്തെ പുത്രൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, ദയോടെ കേൾക്കുമാറാകണമേ.